തുമ്പി ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോ ഞങ്ങളുടെ നാട്ടിലെ ഉത്സവത്തിൻ്റെ കുഞ്ഞ് വിശേഷങ്ങളാണ് കേട്ടോ. അത് പങ്കുവയ്ക്കാനുള്ള വീഡിയോസാണ് നിങ്ങൾ ഈ കാണുന്നത്. തുമ്പിമോള് ഇത് അവളുടെ കുഞ്ചി ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് പൊട്ടിക്കാൻ കേട്ടോ കഴിഞ്ഞുള്ളൂ. അവളുടെ കുഞ്ച് അവൾക്ക് പൊട്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിലേനി കുഞ്ചി കുറച്ച് വെയിറ്റ് ഉള്ളതുകൊണ്ട് അത് പൊട്ടിച്ചത് ഞാനാണ്. അതുകൊണ്ട് എനിക്ക് ആ വീഡിയോസും കാര്യങ്ങളും എടുക്കാൻ പറ്റിയിട്ടില്ല. ഉത്സവത്തിൻ്റെ 2 ദിവസം മുന്നുള്ള കാഴ്ചകളാണ് നിങ്ങളീ കാണുന്നത്. ഞങ്ങൾ മാമൻ്റെ വീട്ടിലേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. മാമൻ്റെ വീട് ഇവിടെ തൊട്ടടുത്താണ്. എൽസമോളെ ബർത്ത്ഡേ ആയതുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോഴുള്ള തിരക്കാണ് നിങ്ങളീ കാണുന്നത്. എൽസമോക്ക് അങ്ങനെ 3 വയസ്സായി. അതിൻ്റെ ചെറിയ സെലിബ്രേഷൻ ഞങ്ങൾ മക്കളെല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ചെറിയൊരു കേക്ക് കട്ടിങ് ആണ്. Happy birthday to you. Happy birthday to you. അങ്ങനെ കേക്ക് കട്ടിങ് അടിപൊളിയായിട്ട് കഴിഞ്ഞ് കശുമയി നോക്കിയിരിക്കണ വേറെ ഒന്നുമില്ല, മാമൻ്റെ വീട്ടിൻ്റെ തൊട്ട ബാക്കിലാണ് കേട്ടോ ഉത്സവത്തിൻ്റെ ചെറിയ പരിപാടികളും കാര്യങ്ങളൊക്കെ നടക്കണം. അതാണ് കേട്ടോ നോക്കിയിരിക്കുന്നത്. അങ്ങനെ അവിടെ നിന്ന് നേരെ ഞാൻ എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോയത്. എന്നതാ രാവിലെ തന്നെ തുമ്പിമോള് എവിടെ അടിപൊളി ഫ്ലവർ ആണല്ലോ. നിങ്ങൾ കാണുന്നുണ്ടോ ഈ ഫ്ലവർ? മാമൻ്റെ വീട്ടിലെത്തിയ തുമ്പിമോളെ കലാപരിപാടികൾ ഇങ്ങനെയൊക്കെ ഉണ്ട്, മണ്ണിലൊക്കെ കളിക്കാന്നുള്ളത്. ഇപ്പൊ കാശിമാന്റെ പരിപാടി ഒന്ന് കണ്ടാലോ. നല്ല വേനുണ്ടാവും. അമ്മയ്ക്കൊരുമ്മ. ഞാൻ അമ്മമ്മയ്ക്ക് ഒരുമ്മടത്തേക്ക് ചക്കരക്കാ മാമന്റെ അക്കൗണ്ടിലത്തെ പൈസ തീർക്കാൻ എങ്ങട്ടാ? മാമന്റെ അക്കൗണ്ടിലത്തെ പൈസ തീർക്കാൻ. അത് കഴിഞ്ഞ് രാത്രി അച്ഛന്റെ അക്കൗണ്ടിലത്തെ പൈസ തീർക്കാൻ. സുന്ദരിയായിനാ? അയ്യോ 2 കൊല്ലം കഴിഞ്ഞ് അഞ്ഞു സഹിക്കണല്ലോ എന്ന് ആലോചിച്ചിട്ട് വലിയ ടെൻഷൻ ആവണ്ട ഇപ്പഴേ. 2 കൊല്ലം കൂടി കഴിഞ്ഞാൽ അന്യം കൂടി സഹിക്കണ്ടേ. കാശി അയ്യോ അയ്യോ അർബു ഒരു ഉമ്മട്ടെ, ഒരു ഉമ്മ കാശി ഉമ്മട്ടെ. മോളെ അന്നെ കൊണ്ടാവല്ല അവന് വേറെ അവസരത്തിൽ തരാം. മാമനും മോളും ഇറങ്ങിയിട്ട് കുറച്ച് നേരം. അപ്പോൾ അവരെ കാണാതെയായിട്ട് ഞങ്ങൾ അവരെ തപ്പി ഇറങ്ങിയതാണ്. അപ്പോഴാണ് ഇത് ആ മാമനോട് ഓരോ കാര്യങ്ങളൊക്കെ ആവശ്യപ്പെട്ട് അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി കയ്യിലാക്കാണ് കേട്ടോ. അങ്ങനെ ഓരോന്നോരോന്ന് സെലക്ട് ചെയ്ത് അവർക്ക് വേണ്ടതൊക്കെ വാങ്ങി മെല്ലെ അവളെയും കൂട്ടി ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അവൻ്റെ വീട്ടിലേക്കാണ് ഇനിയിപ്പോൾ പോണത്. ഇപ്പോൾ ദീപാവലീൻ്റെ വിളക്ക് കത്തിക്കലും കാര്യങ്ങളും അന്ന് രാത്രിയാണ് ജാതവ് ഞങ്ങളെ വീട്ടിൻ്റെ അടുത്ത് കൂടെ പോകുക. അതിൻ്റെ ചെറിയ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെതാ ഞങ്ങളുടെ ടാട്ടൻ്റെ അവിടെ എത്തി കാശുമോനെ ചെയറിലിരുത്തി അച്ഛ അവിടെ ചിരാതും കാര്യങ്ങളൊക്കെ കത്തിക്കണം. അപ്പം അച്ഛൻ്റെ കൂടെ ഒന്ന് കൂടി കൊടുക്കണം. അച്ഛൻ താഴെയാണ് കേട്ടോ കത്തിക്കണം. അപ്പം ഞാനും ടാട്ടനും കൂടി ഇതാ മുകളിലും ഒന്ന് സെറ്റാക്കാൻ വിചാരിച്ചു. അങ്ങനെ മുകളിൽ കൊണ്ടുവന്ന് ഞാനും ടാട്ടനും കൂടി ഓരോന്ന് സെറ്റാക്കി കത്തിക്കുകയാണ് കേട്ടോ. ഞാൻ ഓരോന്നിങ്ങനെ കത്തിക്കും, ടാട്ട ഓരോ സ്ഥലത്ത് കൊണ്ടുപോയി വെക്കും. അതാണ്ടോ ഞങ്ങൾ രണ്ടാളും ടാസ്ക്. അങ്ങനെ എല്ലാവർക്കും ഹാപ്പി ദിവാലി. അങ്ങനെ ഇതാണ്ടോ ഫൈനൽ ലുക്ക് വീടിൻ്റെ. ഇങ്ങനെയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് മഴയും കാര്യങ്ങളും പൊടിയുന്നുണ്ടെങ്കിലും അല്ലാണ്ട് ബുദ്ധിമുട്ടാക്കിയില്ല. അപ്പോൾ കുറച്ച് ചിരാതും കൂടി ബാക്കിയുണ്ട്. അപ്പം നമുക്കത് മതിലിൻ്റെ മുകളിൽ അങ്ങോട്ട് സെറ്റാക്കല്ലേ. ബാക്കിയുള്ളതും കൂടി ആണ്ട് മതിലിൻ്റെ മുകളിലാണ്ട് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ദീപാവലിൻ്റെ ചിരാത് സെറ്റായിട്ടുണ്ട്. ടാട്ടൻ്റെ ഓടെ അവരിതാ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി എല്ലാവരും ജാതവൻ വരുന്നതും കാത്ത് നിൽക്കുകയാണ് കേട്ടോ, ജാതവനെ തൊട്ട് തൊഴാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഉത്സവത്തിൻ്റെ അന്ന് രാവിലെ ഞാനും ടാട്ടനും തുമ്പിയും കൂടി നടക്കുകയാണ് കേട്ടോ. പുറത്തേക്കാണ് നടക്കുന്നത്. ഉച്ച സമയമാണ്. ദേവീൻ്റെ നീരാട്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ദേവീനെ ഒന്ന് പോയി കാണണം. വൈകുന്നേരമാണ് അമ്മയും മോനും ഒരുമിച്ച് കാണുന്നൊരു സമയം വരുന്നത്. ആ സമയത്ത് നല്ല തിരക്കായിരിക്കും ഇട്ടുണ്ടാവുക. അങ്ങനെ ഞങ്ങളിതാ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ ഞാനും തുമ്പിയും ടാട്ടനൊക്കെ വാങ്ങി എൻ്റെ ഐസ്ക്രീമും അവൾ കഴിക്കാനുണ്ടാവും. കുറച്ച് നടക്കാണ്ട്. അപ്പോൾ അവൾക്ക് എനർജി കിട്ടാൻ വേണ്ടിയിട്ടുള്ള സൂത്രങ്ങളാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. ഐസ്ക്രീമും അവളുടെ കൂടെ ഒന്ന് ഓടിയൊക്കെ കൊടുത്ത് അവളുടെ ഒരു എൻ്റർടൈൻമെൻറ്റ് ചെയ്യിച്ചാൽ അവൾ കുറച്ച് നടക്കും. അല്ലെങ്കിൽ പിന്നെ അവളെ എടുത്ത് നടക്കേണ്ടി വരും കേട്ടോ. കാശുമോനെ എടുത്ത് നടക്കാൻ കഴിയാത്തതുകൊണ്ട് അവനെ വീട്ടിലാക്കിയിട്ടാണ് ഞങ്ങളെല്ലാവരും മെല്ലെ ഇങ്ങനെ ഇറങ്ങിയത് കേട്ടോ.
എന്താ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ തുമ്പിമോള് ടാട്ടൻ്റെ മേത്ത് കയറാൻ തുടങ്ങി. മെല്ലറി അതിനെ തട്ടി തെറിപ്പിക്കാനല്ല, അതിന് മുകളിൽ വീഴ്ത്താനാ. 2 3 മെല്ലെ മെല്ലെ പതുക്കെ പതുക്കെ. അത് പറ്റൂല, ഇടി അത് വേണ്ട. ലാസ്റ്റ് തുടങ്ങി. അമ്മോ അമ്മോ ഓൾ ദി ബെസ്റ്റ്. ഒന്ന് 2 ഇനി 3 2 4 5 5 6 കഴിഞ്ഞോ? 7 ഈ സെലക്ഷൻ ഇടുക. 7 9 18 മുകളിലേക്ക് സമ്മാനമുള്ളൂ. 18 മുകളിലേക്കുള്ളൂ എന്നാലേ. അപ്പോ ഇവിടെ പോര്. അങ്ങനെ എല്ലാ ഗെയിമിലും തോറ്റ് തുന്നമ്പാടി നടന്ന് വരണേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. എന്നാൽ നമ്മൾ തളരാൻ പാടില്ല, നമ്മളെല്ലാത്തിനും പിന്നെയും പങ്കെടുക്കണം. ആദ്യം തുമ്മിമോക്ക് വേണ്ട ഡോളും കാര്യങ്ങളൊക്കെ വാങ്ങി. അത് കഴിഞ്ഞിട്ട് കാശിക്കുട്ടനതാ ഈ ഒരു പരുന്തിൻ്റെ സാധനം വാങ്ങാൻ വിചാരിച്ചിട്ട് അങ്ങനെ അവന് വേണ്ടതൊക്കെ വാങ്ങി. പിന്നെയും തുമ്മിമോക്ക് ഡോളിൻ്റെ കീ ചെയിനൊക്കെ വേണമെന്ന് പറഞ്ഞ് അവൾക്ക് വേണ്ടതൊക്കെ വാങ്ങി. ഞങ്ങളുടെ തിരിച്ച് പോവാണ് കേട്ടോ. എൻ്റെ വീട്ടിലാണ് ഇപ്പോൾ കാശിമോളുള്ളത്. അപ്പോൾ അവനെയും കൂട്ടിയിട്ട് വേണം ഈ ടാറിൻ്റെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ അവനെ കൂട്ടാൻ വേണ്ടി വീട്ടിലെത്തി. അവൻ കുറച്ച് നേരം കരഞ്ഞിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അവനെ കളിക്കാനൊക്കെ വെച്ച് കൊടുത്ത് ആൾ കുറച്ച് നേരമൊക്കെ അതൊക്കെ വെച്ച് കളിച്ച്. ഇതിലാൾക്ക് വലിയ ഉഷാറും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അവനതാ എൻ്റെ വീട്ടിൽ നിന്ന് കൂട്ടി ടാറിൻ്റെ വീട്ടിലേക്ക് പോണ വഴിക്കിതാ തുമ്മിമോക്കിതാ ഹൈഡ്രജൻ്റെ വേറൊരു ഡോളും കൂടി വാങ്ങി. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ദേവീൻ്റെ എഴുന്നള്ളത്തും കാര്യങ്ങളും ജാതപ്പൻ്റെ പുറപ്പാടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നല്ല തിരക്കാണ് ആ സമയത്ത്. അങ്ങനെതാ ഈ ഒരുങ്ങണത് രാത്രിയുള്ള സർക്കിറ്റിന് വേണ്ടിയിട്ടുള്ള ഒരുക്കാണ് കേട്ടോ തുമ്പിമോൾ ഈ ഒരുങ്ങണത്. അവൾ ഒറ്റയ്ക്ക് ഒരുങ്ങി സന്തോഷമാണ് അവൾ ഈ മുഖത്ത് കാണുന്നത്. അവളങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് ഒരുങ്ങാൻ സമ്മതിച്ചിട്ടുമില്ല, അവൾ ഒരുങ്ങാറുമില്ല. പക്ഷെ നല്ല ഭംഗിയായിട്ട് ഒരുങ്ങി കുളൂസായി നിൽക്കണ്ടോ തുമ്പിമോൾ. അവൾ ഒറ്റയ്ക്ക് കണ്ണെഴുതിയതൊന്ന് കണ്ടാലോ, നല്ല ഭംഗിയുണ്ട്, നല്ല നീറ്റായിട്ടുണ്ട് കേട്ടോ. പരക്കാതെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ അവൾ പറഞ്ഞ അവളുടെ സ്ഥലത്തൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ കളിക്കണത് രാവിലെ വർക്കിംഗ് അല്ല, അതാണ് പകൽ സമയത്ത് ഞങ്ങൾ ഇവിടെ കയറാനത്. രാത്രിയാണ് ഇവിടെ ഓപ്പണിങ്. ഇവിടെ തുമ്പിമോൾ പറഞ്ഞ എല്ലാത്തിൻ്റെ മുകളിൽ കയറി അവൾ സന്തോഷമായിട്ട് നല്ല രീതിക്ക് കളിക്കേണ്ട. അവൾ ഫുൾ ഹാപ്പിയാണ്. കഴിഞ്ഞ കൊല്ലം അതിൻ്റെ മുന്നത്തെ കൊല്ലം ഞാൻ ഇതൊന്ന് കയറി നല്ലോണം പേടിച്ചതാണ്. കഴിഞ്ഞ കൊല്ലം കാശിമോൻ്റെ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്നുണ്ട് യൂസ് പറഞ്ഞിട്ടേക്ക് വരാൻ പറ്റിയിട്ടില്ല. എൻ്റെ വിഷമം എനിക്ക് നന്നാക്കിയിട്ടുണ്ട്. അങ്ങനെ തുമ്പിമോൾ ഇതാ നല്ല എൻജോയ്മെൻറ്റിലാണ് കേട്ടോ. ഓരോന്നും വന്ന് ഇറങ്ങാൻ കാത്തിക്കാണ് അടുത്ത ഗെയിമിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് അവൾ ഈ ബോട്ടിൽ കയറിയിട്ടുണ്ട്. അവൾക്ക് എങ്ങനെയാണ് എന്താണെന്നുള്ള ഒരു ഐഡിയ ഇല്ല. അതുകൊണ്ട് അവിടെ കിടന്ന് തന്നെ തിരിഞ്ഞ് കളിക്കണം. ടാട്ട ഇവിടെ നല്ല ഗൈഡും കാര്യങ്ങളൊക്കെ കൊടുക്കാം. മോളെ അങ്ങോട്ടല്ല അങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിക്ക് മനസ്സിലേക്ക് കൊടുക്കുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞു തന്നെ മാമൻ്റെ വീട്ടിൻ്റെ ബാക്കിൽ ട്രെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ട്രെയിനിൽ കയറിയതാണ് കേട്ടോ ഞങ്ങൾ എൽസുമോൾ. അവിടുന്ന് ചാറ്റും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് കേട്ടോ. ഞാനും ടാട്ടനും തുമ്മിമോളൊക്കെ കയറിയിട്ടുണ്ട്. എൽസുമോക്കാണെങ്കിൽ അവിടുന്ന് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ അവിടുന്ന് കാണുമ്പോൾ. ഞങ്ങൾ ഇതാ ട്രെയിനിൽ ഇങ്ങനെ പോവാണ്. ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ 3 ആളും കൂടി ഒരുമിച്ച് ഇങ്ങനെ കയറുന്നത്. എന്നാൽ അതൊക്കെ കഴിഞ്ഞ് തുമ്പിമോക്ക് ഇനിയും പർച്ചേസിങ് ഉണ്ടെന്ന് പറഞ്ഞ് കൂട്ടി കൊണ്ടുപോകാണ് കേട്ടോ. എനിക്കൊക്കെ ഇത് തൊടാനൊക്കെ ചെറിയ പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ തുമ്പിമോള് സെറ്റാണ് കേട്ടോ. അവൾ നല്ല ധൈര്യമായിട്ടൊക്കെ തൊട്ടിട്ടൊക്കെ നോക്കി അല്ലാതെ എടുക്കാനുള്ള ടെൻഡൻസി ഉണ്ട്. അത് കഴിഞ്ഞ് വേറെ ഓരോന്ന് കിട്ടാൻ വേണ്ടി എന്നെയും കൂട്ടിക്കൊണ്ട് പോവാണ്. അത് കഴിഞ്ഞിട്ട് ഇതാ ഐസ്ക്രീമിന് ഓർഡർ കൊടുക്കാനായിട്ട് ആട്ടോ ഓരോരുത്തർക്കുള്ള. ഞങ്ങൾ അതിവിടുന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ച് നേരെ ഇതാ ചെറിയൊരു ഓംപ്ലേറ്റും കാര്യങ്ങളൊക്കെ കഴിക്കാൻ കയറിയത്. അതൊക്കെ കഴിച്ചിങ്ങനെ നടക്കുമ്പോഴാണ് കാശിമോനെ ഇനി എന്തെങ്കിലും വാങ്ങണം എന്നൊക്കെ പറഞ്ഞ് തുമ്പിമോൾ വാങ്ങി. തുമ്പിമോൾ ടാട്ടിൻ്റെ തോൾ കയറി ഒക്കെ എൻ്റെ കയ്യിലാണ് കേട്ടോ സ്റ്റോക്കായിട്ട് നിൽക്കണം. അങ്ങനെതാ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ. നല്ല തിരക്കും കാര്യങ്ങളൊക്കെയാണ്. മരണക്കിണറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ്. പക്ഷെ എനിക്ക് കയറാനും പേടിയുണ്ട്, നല്ല തിരക്കും ഉണ്ട്. അതുകൊണ്ട് ഉത്സവത്തിൻ്റെ അന്ന് രാത്രി അതിന് കയറാനും കാര്യങ്ങളൊന്നും പറ്റിയില്ല. അങ്ങനെതാ ഞങ്ങൾ പിറ്റേന്ന് ടാട്ടിൻ്റെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ കൂടി പിറ്റേന്ന് രാത്രി ഇറങ്ങിയിട്ട് മരണക്കിണർ കാണാം. അതൊക്കെ ഒന്ന് നിങ്ങൾ കണ്ടു നോക്കി.
മരണക്കിണർ കാണാൻ പോകില്ല എന്ന് പറഞ്ഞ് എന്നെ പിടിച്ച് ടാട്ടൻ കൂട്ടി കൊണ്ടുവന്നാണ് കേട്ടോ. പക്ഷേ സംഭവം അടിപൊളിയാണ്. പേടിച്ചിട്ടാണ് കണ്ടെങ്കിൽ സംഭവം നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ കേട്ടോ. തുമ്പിമോക്ക് ഇതിൻ്റെ മുകളിൽ എത്ര കയറിയാലും മതിയാവില്ല. ഞാൻ അവളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ടാട്ടനും ഫ്രണ്ട്സ് ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. ഞാൻ പേടിയുള്ളതുകൊണ്ട് ചെറുതായിട്ട് കയറിയില്ല. അതാണ് അങ്ങനെ ഞങ്ങളെ നാട്ടിലെ ഉത്സവം വാവുത്സവം ഈ കൊല്ലത്തത് അവസാനിച്ചു. ഇനി അടുത്ത കൊല്ലത്തെ വാവുത്സവത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് കേട്ടോ ഞങ്ങൾ ഈ നാട്ടുകാർക്ക്. എൻ്റെ ഈ വീഡിയോ നിങ്ങളെ ബോറടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.